നമസ്തേ. ഇന്ന് ഗ്രഹങ്ങളുടെ പരസ്പര പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ, ഇപ്പോൾ ഗുരു മീനത്തിൻ്റെയും ധനുവിൻ്റെയും ഉടമയാണെങ്കിൽ ബുധനായിട്ടുള്ള കന്നിയുടെയും മിഥുനത്തിൻ്റെയും ഉടമയായിട്ടുള്ള ബുധനുമായി പരസ്പരം വീട് വെച്ച് മാറുക. അല്ലാതെ ബുധൻ്റെ വീട്ടിൽ ഗുരു നിൽക്കുകയോ ഗുരുവിൻ്റെ വീട്ടിൽ ബുധൻ നിൽക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പരിവർത്തനം എന്ന് പറയുന്നത്. പരിവർത്തന ഫലം വളരെ വിശേഷ ഫലം തന്നെയാണ്. അത് കാല അയന ചേഷ്ടാഫലം എന്ന് പറയുന്ന അവസാന 3 ഫലങ്ങൾ, കാല അയന ചേഷ്ടാഫലം എന്ന് പറയുന്ന അവസാന 3 ഫലങ്ങളിൽ ഒന്നാണ്. ആ ചേഷ്ടാഫലത്തിൽ വരുന്നതാണ് പരിവർത്തന ഫലം. നമുക്കറിയാം, സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം, അതാണ് പ്രധാനമായ ഫലങ്ങൾ. എപ്പോഴും ഗ്രഹത്തിൻ്റെ സ്ഥാനബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാനബലം എന്ന് പറയുന്നത് ഒരു ഗ്രഹം ഉച്ചം, മൂലത്രികോണം, സ്വക്ഷേത്രം, അതിബന്ധുക്ഷേത്രം, ബന്ധുക്ഷേത്രം, സമക്ഷേത്രം, ഇതുവരെ ഗ്രഹം ബലവാനായിരിക്കും. ശത്രുക്ഷേത്രം, നീചക്ഷേത്രം എന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രഹത്തിന്, അതായത് ബന്ധുക്ഷേത്രത്തിൻ്റെ താഴേക്ക് ഗ്രഹം പോവാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. എപ്പോഴും ഗ്രഹത്തിന് ബലം കണക്കാക്കുമ്പോൾ ബന്ധുക്ഷേത്രം വരെ ബലവും അതിനുശേഷം ബലക്കുറവുമാണ്. അപ്പോൾ ഒരു സ്ഥാനബലം വളരെ പ്രധാനമാണ് ഗ്രഹത്തിന്. സ്ഥാനബലം ആദ്യ ബലമായിട്ട് തന്നെ കണക്കാക്കും. ദിഗ്ബലം എന്ന് പറയുന്നത് വിശേഷ ബലം തന്നെയാണ്. ഒരു കൈ ഇല്ലെങ്കിൽ മറ്റൊരു കൈ ഉള്ള പോലെ. 2 കൈ ഉള്ളെങ്കിൽ നമുക്ക് ജീവിക്കാൻ വളരെ ഈസിയാണ്. എല്ലാം കൂടി ചേർന്ന് കിട്ടുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. പക്ഷേ ഒരു കൈ ഉണ്ടെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യും. അതാണ് ദിഗ്ബലം എന്ന് പറയുന്നത്. ഒരു ഗ്രഹത്തിൻ്റെ സ്ഥാനബലം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് ശുക്രൻ നീചനായി മിഥുന ലഗ്നത്തിൻ്റെ ശുക്രൻ നീചനായാൽ പോലും 4-ാം ഭാവത്തിൽ ശുക്രൻ ദിഗ്ബലം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ശുക്രൻ്റെ നീചസ്ഥിതി കണക്കാക്കില്ല. ശുക്രൻ അവിടെ കാരകത്വം പൂർണ്ണമായി തരും, ആധിപത്യവും തരും. 5-12 ഭാവ ആധിപത്യവും ലക്ഷറി സ്ത്രീ ബന്ധങ്ങൾ ഇതെല്ലാം വന്നിട്ട് ശുക്രനെ കൊണ്ടുള്ള കാരകത്വങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും കിട്ടും. ശുക്രൻ നീചനാണെന്നുള്ള അവസ്ഥ അവിടെ സംഭവിക്കുന്നേയില്ല. മറ്റു ഇതിനെ പോലെ, മറ്റു ക്ഷേത്രങ്ങളിലുള്ള നീചാവസ്ഥയെപ്പോലെ ദിഗ്ബലത്തിൽ വന്നു കഴിഞ്ഞാൽ നീചനായി കണക്കാക്കേണ്ടതേയില്ല. മിഥുന ലഗ്നത്തിന് ശുക്രൻ കന്നിയിൽ നിന്നാൽ നീചത്വമേ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഗ്രഹത്തിന് പൂർണ്ണബലം വരും. പക്ഷേ രാഹുബന്ധം, ശനിബന്ധം പോലുള്ള ബന്ധങ്ങൾ വന്നുകൂടാ. അത് ബലത്തെ കെടുത്തുമല്ല, ഗ്രഹത്തെ കെടുത്തുകയാണ് ചെയ്യുന്നത്. ബലത്തെ അല്ല കുറയ്ക്കുന്നത്, ഗ്രഹത്തെ കേടുവരുത്തും. അപ്പോൾ സ്ഥാനബലം പോയാൽ ദിഗ്ബലമുള്ളത് നല്ലതാണ്. ഇപ്പോൾ ശനി തുലാലഗ്നക്കാർക്ക് 7-ൽ ദിഗ്ബലം ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ്. ശനിക്ക് ഒരു ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടി ഉണ്ടെങ്കിൽ ശനിയുടെ ദശയിൽ വളരെ വിശേഷമായിരിക്കും, വളരെ നല്ല. ശനി ഏറ്റവും ദോഷമുള്ള ഗ്രഹമാണ്. എല്ലാ ദോഷകാരകത്വങ്ങളും ശനിയിൽ അടങ്ങിയിരിക്കുന്നതാണ്. ദാരിദ്ര്യം, ദുഃഖം, ദുരിതം, രോഗം, എല്ലാ ദോഷകാരകത്വങ്ങളും, സന്യാസവും ആയുസ്സും ഒഴികെ മറ്റതെല്ലാം ദോഷമായിട്ട് നിൽക്കുന്ന ജോലിയിൽ കഷ്ടജോലിയാണ് ശനി തരിക. ജോലിക്കാരകൻ ശനിയാണ്. നമ്മളെ അധ്വാനിപ്പിക്കുന്നത്, നമ്മളെ കൈകാലുകൾ കൊണ്ട് ശരീരം ഉപയോഗിച്ച് അധ്വാനം ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. ശനി ബലം വന്നു കഴിഞ്ഞാൽ നല്ല അധ്വാനിക്കും. ശനി ബലം പോയി കഴിഞ്ഞാൽ അധ്വാനിക്കാൻ മടിയുണ്ടാവും, ബിസിനസ് ചെയ്യും. അപ്പോൾ നീചനായി നിന്നാൽ, അതായത് തുലാലഗ്നത്തിന് മാത്രം ശനി നീചനായി നിന്നാലും 7-ൽ ദിഗ്ബലം ചെയ്ത് നിൽക്കുന്ന ശനി ശുഭനായിരിക്കും. ശനിയുടെ ദശ ദോഷം ചെയ്യില്ല. അതിനൊരു ഗുരുദൃഷ്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ അയാൾ ആ ദശയിൽ കോടീശ്വരനാക്കും. ശുക്രന് ബലം വേണം. ഇവിടെ എന്തൊരു കാര്യം പറയുമ്പോഴും പൊതുബലമാണ് ഞാൻ പറയുക. പൊതുബലം ഇപ്പോൾ കന്നി ലഗ്നത്തിന് 8-ൽ നിൽക്കുന്ന ചൊവ്വ ദോഷമാണ്. അത് പൊതുബലമാണ്. പലരും അതിൻ്റെ താഴെ വന്നിട്ട് അഭിപ്രായം, ഈ പേര് ഓർമ്മയില്ല, എന്തായാലും പലരും വന്നിട്ട് പല അഭിപ്രായം പറയും. അത് നമ്മൾ ഈ സാമാന്യ ബലത്തെയാണ് വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. സാമാന്യ ബലത്തിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ജ്യോതിഷം മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഇതിൽ ഒരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ബലങ്ങളുണ്ട്. എല്ലാ ജാതകത്തിലും സാമാന്യ ബലം വർക്കൗട്ട് ആവില്ല. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കന്നി ലഗ്നത്തിന് അല്ലെങ്കിൽ മിഥുന ലഗ്നത്തിന് 6-8 ഭാവാധിപനായ ചൊവ്വ അതിശത്രു ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ദശദോഷം ചെയ്യും. 8-ലോ 6-ലോ നിന്ന്, ഇപ്പോൾ കന്നി ലഗ്നത്തിന് 8-ൽ ചൊവ്വ മേടത്തിൽ നിന്ന ദോഷമാണ്. പക്ഷേ അതേസമയം കന്നി ലഗ്നത്തിൽ ബുധൻ ഉച്ചം ചെയ്ത് ലഗ്നത്തിൽ നിന്നാൽ ആ ദോഷം ബാധകമല്ല. ആ ദോഷം കാര്യമായിട്ട് ഫലിക്കില്ല. അവിടെ ലഗ്നബലം പ്രധാനമാണ്. ലഗ്നത്തിന് ഉച്ചം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അഷ്ടമദശ വന്നാലും ദോഷം കുറഞ്ഞു നിൽക്കും. വേറെ ഒന്നുമല്ല, നിങ്ങളതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ലഗ്നബലമുള്ള ഒരാൾ കാലിലൊരു മുള്ളു കുത്തിയെന്ന് വയ്ക്കാം. ലഗ്നബലമുള്ള ഒരാൾ
അതിനെ ഇപ്പോൾ ലഗ്നബലമില്ലാത്ത ഒരാൾ, ആദ്യം ഇത് പറയാം, ലഗ്നബലമില്ലാത്ത ഒരാൾ ആ മുള്ളു കുത്തിക്കഴിഞ്ഞാൽ 3 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കും. കാര്യം അയാൾക്കത് വലിയ കാര്യമാണ്, വലിയ വേദനയായിരിക്കും, വലിയ ബുദ്ധിമുട്ടുകൾ കൊടുക്കും. ലഗ്നബലമുള്ള ആൾ കാലിൽ അതേസമയം ഒരു വലിയ വെട്ട് കിട്ടി ഹോസ്പിറ്റലിൽ പോയി ഒരു 5-6 സ്റ്റിച്ച് ഇട്ടു, എന്നിട്ട് അയാൾ തിരിച്ചു വന്ന് വീട്ടിലിരിക്കില്ല, അടുത്ത ദിവസം രാവിലെ അയാൾ വീണ്ടും ജോലിക്ക് പോകും. ഇതാണ് ലഗ്നബലത്തിൻ്റെ വ്യത്യാസം. ലഗ്നബലം ഉണ്ടെങ്കിൽ അയാൾ സ്ഥിരപ്രജ്ഞനായിരിക്കും, ശക്തനായിരിക്കും, പെട്ടെന്ന് വീണു പോവില്ല, പ്രതിസന്ധികളിൽ തളരില്ല. ഇതിനെയാണ് ലഗ്നബലം എന്ന് പറയുന്നത്. ലഗ്നബലം ഏത് ദശ നടന്നാലും എന്ത് പ്രശ്നം വന്നാലും മറ്റേയാൾക്ക് വരുന്ന, ലഗ്നബലം ഇല്ലാത്ത ഒരാൾക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഇവിടെ വന്നാലും ഇയാൾ അതിനെ മറികടക്കും. മറിച്ച് ലഗ്നബലം ഇല്ലാത്ത ഒരാൾക്ക് ഒരു ചെറിയ മുള്ളു കുത്തിയാൽ മതി, അയാൾ ഒരാഴ്ച ലീവായിരിക്കും. ഈ ലഗ്നബലം ജീവിതത്തെ വല്ലാതെ ബാധിക്കും. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ദോഷം ചെയ്യും മിഥുന ലഗ്നത്തിന്. പക്ഷെ അതേസമയം ബുധൻ ഉച്ചനാണെങ്കിലോ, അല്ലെങ്കിൽ ലഗ്നത്തിൽ ഗുരു ദിഗ്ബലം ചെയ്ത് നിന്നാലോ ഈ ദോഷത്തെ കുറയ്ക്കും. ലഗ്നാധിപനും ലഗ്നവും അതീവ ബലം ബുധനും ഗുരുവും ചേർന്ന് ലഗ്നത്തിൽ നിന്നു എന്ന് വയ്ക്കുക. അവിടെ അഷ്ടമത്തിലെ ചൊവ്വയുടെ ദോഷം പറയരുത്. കാര്യം അഷ്ടമത്തിൽ ചൊവ്വ ദോഷം തന്നെയാണ്, പക്ഷെ അത് അയാൾക്ക് മനസ്സിലാവുക പോലുമില്ല. കാരണം ഇതാണ്, അയാൾ വെട്ട് കിട്ടി, അയാൾ ആശുപത്രിയിൽ പോയി 5-6 സ്റ്റിച്ച് ഇട്ടു, തിരിച്ച് വീട്ടിൽ വന്ന് അടുത്ത ദിവസം ജോലിക്ക് പോയി. അങ്ങനെ ഒരാൾക്ക് ഇതിൻ്റെ ദോഷം എന്ന് മനസ്സിലാക്കാൻ സമയമുണ്ടോ? അപ്പോൾ ലഗ്നബലം എല്ലാ ഭാഗത്തും, ലഗ്നത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും ബലം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്നത് ലഗ്നാധിപൻ്റെ ബലമാണ്. അതെപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് എത്ര കണ്ട് മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. അതുപോലെ പരിവർത്തന ബലത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വന്നത്. അപ്പോൾ ലഗ്നബലത്തെ ഞാൻ ഒരു സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പരിവർത്തന ബലം എന്ന് പറയുന്നത് കാരകത്വത്തെ പൂർണ്ണമായി വീണ്ടും കിട്ടുന്നതിനുള്ള ഫലമാണ്. നമുക്ക് ഒരു ഗ്രഹം കെട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ കെട്ടുപോകാമെന്ന് വയ്ക്കുക. സൂര്യൻ കെട്ടാൻ എന്താ നഷ്ടപ്പെടുന്നത്? അധികാരം നഷ്ടപ്പെടും. പിതൃസ്വത്ത്, പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവിൻ്റെ കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അത് സൂര്യൻ നന്നായാലോ അധികാരം കിട്ടും, പിതൃസ്വത്ത് കിട്ടും, പിതാവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. ചന്ദ്രൻ്റെ ബന്ധം, ചന്ദ്രൻ കെട്ടുപോയാൽ എന്തൊക്കെയാണ്? ഇത് വളരെ ഈസിയാണ്. ഒരു ഗ്രഹം കെട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ചന്ദ്രൻ കേടാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാതാവുമായിട്ടുള്ള റിലേഷൻ നന്നാവില്ല, മാതാവുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാവും, മാതൃസ്വത്ത് കിട്ടില്ല, മനസ്സ് മോശമായിരിക്കും, മനസ്സിന് ബലം ഉണ്ടാവില്ല. കള്ളു കുടിക്കുന്ന ആളുകൾ, നിത്യം കള്ളു കുടിക്കുന്ന ആളുകൾക്ക് ചന്ദ്രൻ കെട്ടുപോയിട്ടുണ്ടാവും, 100% അത്. ചന്ദ്രന്, അതായത് മനപക്വതയില്ലാത്ത ഒരാൾക്കാണ് കള്ളു കുടിക്കാൻ പറ്റുക. കള്ളു കുടിക്കുന്ന ആൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പറയും നാളെ മുതൽ ഞാൻ കുടിക്കില്ല എന്ന് പറയും. പക്ഷേ അയാൾക്ക് നാളെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്ക് നിലനിർത്താൻ പറ്റില്ല. കാര്യം അയാൾക്ക് മനോബലമില്ല, മനസ്സിന് ശക്തിയില്ലാത്തവൻ കള്ളു കുടിക്കുള്ളൂ. അപ്പോൾ മദ്യപിക്കുന്നവൻ്റെ ചന്ദ്രന് ബലമില്ല എന്നുള്ളതാണ്. ചന്ദ്രന് ബലം വന്നാലോ അവൻ ശക്തനായിരിക്കും, മാതാവുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാവും, നല്ല മനഃശക്തി ഉണ്ടാവും, എന്തൊരു കാര്യം നേരിടും. ചൊവ്വ അതുപോലെയാണ്. ചൊവ്വ ശക്തനായില്ലെങ്കിൽ, പാപനായി കഴിഞ്ഞാൽ അവന് പേടിയായിരിക്കും, ഭയം ഉണ്ടാവും. ചൊവ്വ ബലമില്ല, ചൊവ്വ കെട്ടിട്ടുണ്ടെന്ന് ജാതകത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ നമുക്ക് സ്വഭാവം നോക്കിയാൽ മനസ്സിലാവും, ഇയാൾക്ക് പേടിയുണ്ട്. വണ്ടി ഓടിക്കുന്നത് മെല്ലെയാണ്, സ്പീഡിലല്ല. ചൊവ്വയ്ക്ക് ബലമില്ല. വണ്ടി നല്ല സ്പീഡിൽ ധൈര്യമായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വ ബലവാനാണെന്നർത്ഥം. ധൈര്യമാണ് ചൊവ്വയുടെ, നിർവികാരതയും ധൈര്യവും. അതുപോലെ സഹോദര ഗുണം, ഇളയ സഹോദര ഗുണം പൊതുവെ ചൊവ്വയാണ്. അപ്പോൾ സഹോദര ഗുണമില്ല, ദോഷമാണ്. സഹോദരങ്ങളായിട്ട് വഴക്കും ബഹളവും കുഴപ്പമാണ്. ചൊവ്വയ്ക്ക് കുഴപ്പമുണ്ട്, ധൈര്യമില്ല, ചൊവ്വയ്ക്ക് കുഴപ്പമുണ്ട്. ബുധൻ ബുദ്ധി കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്, ഗണിതം ഇൻട്രസ്റ്റ് ഇല്ല, ഉന്നതത്തിൽ 10 മാർക്കേ ഉള്ളൂ, 20 മാർക്കേ ഉള്ളൂ, ഇഷ്ടമില്ല. ബുധന് ബലമില്ല. അമ്മാവനുമായിട്ട് ബുധൻ്റെ ജീവകാരകത്വം മാതുലനാണ്, ബന്ധം നന്നല്ല, ബുധന് ബലമില്ല. 100-ൽ 100 മാർക്ക് മാത്സിൽ വാങ്ങിക്കുന്നുണ്ട്, കണക്ക് വളരെ ഇഷ്ടമാണ്. ബുധന് നല്ല ബലമുണ്ട്. ഗ്രഹങ്ങളെ നോക്കി മാത്രം ഫലം പറയണ്ട, ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ കുട്ടിക്ക് 100-ൽ 100 മാത്സിൽ കിട്ടുന്നുണ്ടെങ്കിൽ ബുധന് ബലമുണ്ട്, അമ്മാവനുമായിട്ട് നല്ല റിലേഷനുണ്ട്. അപ്പോൾ ബുധന് ബലം ഇല്ലെങ്കിൽ ഗണിതം ഇഷ്ടം ഉണ്ടാവില്ല, എഴുതാൻ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ബുദ്ധി കുറവുണ്ടാവും. ബുദ്ധിയുടെ കാരകനാണ് ഈ ബുധൻ. അപ്പോൾ ബുദ്ധിയിൽ ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ശേഷി കുറവായിരിക്കും. പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വിജയ ശതമാനം കുറയും. ഇതൊക്കെ ബുധനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ബുധന് ബലം കുറയുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അതുപോലെ തന്നെ ഗുരു, ധനപരമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഗുരു വരുമ്പോൾ, സന്താനങ്ങളിലുള്ള നഷ്ടങ്ങളാണ് വരുമ്പോൾ. ഗുരു നന്നായി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ധനം ഉണ്ടാവുക ചെയ്യാം. 10 പേർക്ക് 100 പേർക്ക് ജീവിക്കാനുള്ള ധനം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടാവും ഗുരു വരുമ്പോൾ. ഗുരു ധനകാരകനാണ്. അതുപോലെ നല്ല സന്താനങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ജീവകാരകത്വവും ജഡകാരകത്വവും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രഹം കെട്ടുമെന്ന് പറയുന്നത് എന്താണ്? ആ ഫലദാന ശേഷി തരില്ല. ശനി നല്ല ജോലിക്കാരെ കിട്ടും, നമ്മൾ നല്ല ജോലിക്കാരനാവും.
ശനി ബലമായി കഴിഞ്ഞാൽ നല്ല ജോലിക്കാരെ നമുക്ക് കിട്ടും, നമ്മൾ നല്ല ജോലിക്കാരനാവും, ആത്മീയത ഉണ്ടാവാം, അല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള മറ്റ് കാരകത്വങ്ങൾ, ആയുസ് കൂടുതൽ കിട്ടാം. ശനി ഉച്ചം ചെയ്താൽ ആയുസ് ദീർഘായുസ് വരും. ശനി നീചം പോയാലോ, ശനി ബലം പോയി, ആയുസ് കുറയും. ആദ്യം പോകുന്ന ആയുസ് കുറയും, ആത്മീയത കുറയും, ആയുസ് കുറയും. നമ്മൾ അടിമ പണിക്കാരനാവും, അടിമ ജോലിക്കാരനാവും. നമ്മുടെ മുകളിൽ ഒരു 5-6 ബോസ് ഉണ്ടാവും, അവരെന്നും നിത്യം നമ്മളെ ചീത്ത പറയും. ഇങ്ങനെയാണ് ഈ കാരകത്വം മനസ്സിലാക്കുന്നത്. ഇത് ജ്യോതിഷത്തിൽ മാത്രം നോക്കിയാൽ പോരാ, അയാളുടെ ക്യാരക്ടർ അയാളോട് ചോദിച്ച കാര്യം മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ്. ബുധന് ബലമുണ്ടോ? ഗണിതം ഇഷ്ടമാണോ? കണക്ക് ഇഷ്ടമാണെങ്കിലും ഓക്കെ, കമ്പ്യൂട്ടർ ഇഷ്ടമാണ്, കണക്ക് ഇഷ്ടമാണ്, ബുധന് ബലമുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ പല കാര്യങ്ങളും, ഗ്രഹങ്ങളുടെ പാപത്വങ്ങളും നമ്മൾ ഇങ്ങനെ വേർതിരിച്ചു. അപ്പോൾ ഈ കാരകത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രഹം ബുധൻ കെട്ടുപോയി, ആ സമയത്ത് ബുധൻ്റെ കൂടെ രാഹു വന്നു. രാഹു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബുധനും ബുദ്ധി പോകും, ഗണിതം ഇഷ്ടാവില്ല, കൈകാര്യം ചെയ്യാനുള്ള മുൻകൂട്ടി കാണാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ ബുധൻ കെട്ടുപോയി. രാഹു വന്നു, ശനിയും കൂടിയും വന്നു, പൂർണ്ണമായിട്ടും കെട്ടുപോയി. അതായത് 30 മാർക്ക് കിട്ടിയത് പാസ്സാവാൻ 40 മാർക്ക് 30 മാർക്ക് വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവും രാഹു മാത്രം വരുമ്പോൾ. ശനി കൂടി വരുമ്പോഴോ ബുധൻ വീണ്ടും പോയി 20 മാർക്കായി. ഇനി അതിൻ്റെ കൂടെ ഒരു ചൊവ്വ കൂടി വന്നാൽ 0 മാർക്കാണ് ഗണിതത്തിൽ മാർക്ക്. അപ്പോൾ അതേപോലെ ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോകുന്നത് ഈ പാപത്വം കൂടുന്നതിനനുസരിച്ചാണ്. അതേസമയം ഈ ബുധൻ പരിവർത്തനം ചെയ്തു. ബുധൻ ചൊവ്വയുമായിട്ട്, നമ്മൾക്ക് ഉദാഹരണം എടുക്കുമ്പോൾ ചൊവ്വയുമായിട്ട് പരിവർത്തനം ചെയ്തു. മേടത്തിൽ ബുധൻ, ചൊവ്വ വന്നിട്ട് കന്നിയിൽ നിന്നു, അല്ല മിഥുനത്തിലോ കന്നിയിലോ എവിടെ വേണമെങ്കിലും നിന്നു. ബുധൻ്റെ വീട്ടിൽ ചൊവ്വയും ചൊവ്വയുടെ വീട്ടിൽ ബുധനും നിന്നു. ഈ ബുധൻ ശനിയുടെ കൂടെയും രാഹുവിൻ്റെ കൂടെയും യോഗം ചെയ്താലും ഒറ്റ പരിവർത്തനം മതി, കാരകത്വം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടും. ബുദ്ധിശക്തി വർദ്ധിച്ച് നിൽക്കും. അത് നിങ്ങൾ നോക്കിയാൽ മതി. രാഹു ബന്ധമുള്ള ബുധനാണെങ്കിൽ ഇയാൾ നന്നായിട്ട് കണക്ക് വരുന്നുണ്ടല്ലോ, അയാൾ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടല്ലോ, നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, കണക്കൊക്കെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഇനി കമ്പ്യൂട്ടർ ഇഷ്ടമാണല്ലോ, പരിവർത്തനം ഉണ്ടാവും. ജ്യോതിഷം ഇഷ്ടമാണല്ലോ, പരിവർത്തനം ഉണ്ടാവും. ബുധന് പരിവർത്തനം ഉണ്ടെങ്കിൽ ജ്യോതിഷം മനസ്സിലാവും ഇവർക്ക്. ചന്ദ്രബന്ധം വന്നാലും ജ്യോതിഷം മനസ്സിലാവും, പരിവർത്തനം വന്നാലും ജ്യോതിഷം മനസ്സിലാവും. അപ്പോൾ ഒരു പരിവർത്തനം കൊണ്ട് കാരകത്വം കിട്ടും. അതേസമയം ബുധൻ്റെ ദശ വരുമ്പോൾ ആധിപത്യം കിട്ടുമെന്ന് പറയരുത്. മേടലഗ്നം അല്ലെങ്കിൽ കന്നി ലഗ്നമാണെന്ന് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ മിഥുന ലഗ്നം. മിഥുന ലഗ്നത്തിന് ബുധദശ വരികയാണ്, ബുധൻ്റെ ദശയാണ് വരുന്നത്. ബുധൻ 11 ചൊവ്വയുമായിട്ട് പരിവർത്തനം ചെയ്ത് ലഗ്നത്തിൽ ചൊവ്വ, ബുധൻ 11 കൂടെ ശനിയുണ്ട്, നീചനായ ശനി കൂടെയുണ്ട്, ബുധൻ്റെ ഒപ്പം രാഹു ഉണ്ടെന്ന് വയ്ക്കാം. ബുധന് കാരകത്വം വന്നു, ലഗ്നാധിപൻ കാരകപൂർണ്ണത വന്നു. അതായത് ബുദ്ധിശക്തി, ഗണിതക്രിയയിലുള്ള കഴിവ്, കമ്പ്യൂട്ടറിലുള്ള കഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബുദ്ധിശക്തി, മുൻകൂട്ടി കാണാനുള്ള കഴിവും ഗണിതം മനസ്സിലാവാനുള്ള കഴിവും ഒക്കെ ബുധൻ കൊടുക്കും. ആധിപത്യം 1-4 ആധിപത്യം കൊടുത്തോളണമെന്നില്ല. 1-4 ആധിപത്യമാണല്ലോ. മിഥുനത്തിൽ നിന്ന് കഴിഞ്ഞാൽ 1-4 ആധിപത്യമാണ് ബുധന് വരിക. അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടില്ല. ബുധദശയിൽ ആധിപത്യം കിട്ടില്ല. മീൻസ് ആധിപത്യത്തിൻ്റെ ദോഷങ്ങൾ ചെയ്യും. ആധിപത്യത്തിൻ്റെ നമ്മൾ കിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത്, ആധിപത്യത്തിന് ഇപ്പോൾ വിദ്യയുടെ കാരകനാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ ചെയ്യാം. ആധിപത്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നാധിപത്യം, ലഗ്നം പറയുന്ന ഐശ്വര്യം, അംഗീകാരം, അധികാരം, ശക്തി, കീർത്തി, ഇതെല്ലാം ലഗ്നമാണ്. എല്ലാം ലഗ്നം, മനസ്സ് എല്ലാം ലഗ്നമാണ്. അപ്പോൾ ലഗ്നത്തിൻ്റെ ആധിപത്യം ഇല്ല, കെട്ടുപോയി. ഗ്രഹം കെട്ട് കഴിഞ്ഞാൽ ആധിപത്യഫലം തരാൻ കഴിവില്ലാതെ പോകും. അപ്പോൾ ദശയിൽ എന്ത് സംഭവിക്കും? ഇയാൾക്ക് ഈ കീർത്തി കിട്ടില്ല, അധികാരം കിട്ടില്ല, പ്രഭാവം കിട്ടില്ല, ശക്തി കിട്ടില്ല, അയാളുടെ ബുദ്ധി കെട്ടുപോകും. അപ്പോൾ ലഗ്നത്തിൻ്റെ ഫലം മൊത്തം കെട്ടിപ്പോകും. പക്ഷേ അതേസമയം മറ്റ് സമയത്തൊക്കെ ഇയാൾക്ക് കാരകത്വം പൂർണ്ണമായിട്ടുണ്ടാവും. ബുധൻ്റെ കാരകത്വത്തിന് കുഴപ്പമുണ്ടാവില്ല. ദശ വരുമ്പോൾ മാത്രം ആധിപത്യം ഫലം ചെയ്യില്ല. അപ്പോൾ കാരകത്വം മാത്രം വർദ്ധിപ്പിക്കലാണ് പരിവർത്തനം കൊണ്ട്. വർദ്ധിപ്പിക്കുക മീൻസ് കാരകത്വത്തെ നഷ്ടപ്പെടാതെ പൂർണ്ണമായി തരിക. ഈ പരിവർത്തനം ഇല്ലാതെയാണ് നിൽക്കുന്നത് വയ്ക്കുക. ബുധൻ ചൊവ്വയുടെയും ശനിയുടെയും രാഹുവിൻ്റെയും യോഗത്തിൽ. അത് ഡിഗ്രി കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര അടുത്ത് ഏത് റൂമിൽ ഒരു വീട്ടിലാണ് നിൽക്കണമെന്ന് നമുക്ക് അറിയുന്നുണ്ട്. മേടത്തിൽ നിന്നും ഒരേ വീട്ടിലാണ്. പക്ഷേ ഒരു റൂമിലാണോ എന്ന് അറിയണമെങ്കിൽ ഡിഗ്രിയെ നോക്കണം. 8 ഡിഗ്രിക്ക് ഉള്ളിലൊക്കെ ആണെങ്കിൽ ഒരേ റൂമിലാണ് അവർ നിൽക്കുന്നത്. അത് തന്നെ വളരെ അടുത്ത് കയ്യെത്തും ദൂരത്താണ് ശത്രു നിൽക്കുന്നതെങ്കിൽ ഇനിയും പേടി കൂടും. അപ്പോൾ ഒരേ ഡിഗ്രിയിൽ നിന്നാൽ ഇനിയും ദോഷം. അപ്പോൾ അങ്ങനെയാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ, ചൊവ്വ നിൽക്കുന്നത് ബുധൻ്റെ വീടുകളിലല്ല മറ്റെവിടെയെങ്കിലും ആണെന്ന് വയ്ക്കാം. പരിവർത്തനം ഇല്ല ബുധനെങ്കിൽ ഈ ബുധൻ്റെ കാരകത്വവും പോകും. പൂർണ്ണമായ കാരകത്വം നഷ്ടപ്പെടും. അതായത് ബുദ്ധിശക്തി, ഗണിതത്തിലുള്ള ഇഷ്ടം എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ പരിവർത്തനം കൊണ്ട് നമുക്ക് കിട്ടുക കാരകത്വം മാത്രമാണ്, തിരിച്ചു കിട്ടും. പരിവർത്തനത്തെ നമ്മൾ കണക്കാക്കുന്നത്
ഗ്രഹങ്ങളുടെ കാരകത്വ ശക്തി, ആധിപത്യത്തെ കാരകത്വത്തെയും തിരിച്ചറിയുകയും ദശ വരുമ്പോൾ ആധിപത്യമാണോ കാരകത്വമാണോ ആദ്യം തരിക എന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു വർക്കാണ്. ആ സബ്ജക്റ്റ് ഇതൊരു കോമ്പിനേഷനാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഒന്നും വെറുതെ ഒരു കാര്യം ഒരു പ്രമാണം വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ജ്യോതിഷം. ജ്യോതിഷത്തിൽ കോമ്പിനേഷൻസാണ്. പല പ്രമാണങ്ങളും ഒന്നിച്ച് വായിച്ചാലാണ് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ഗ്രഹം ഇന്ന ഭാഗത്ത് നിന്നു എന്ന് പറഞ്ഞിട്ട് ഫലം പറഞ്ഞുകൂടാ. അതിൻ്റെ കോമ്പിനേഷൻസ്, അതിന് സ്ഥാനബലം എങ്ങനെയാണ്, ദിഗ്ബലം എങ്ങനെയാണ്, അതുപോലെ ദൃഗ്ബലം എങ്ങനെയാണ്, കാലബലം എങ്ങനെയാണ്, അയനബലം എങ്ങനെയാണ്, ചേഷ്ടാബലത്തിൽ വക്രതയുണ്ടോ അല്ലെങ്കിൽ മറ്റു ബലങ്ങൾ അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിലൊരു കോമ്പിനേഷനാണ് ഈ പരിവർത്തനം. പരിവർത്തനം ചെയ്ത ഗ്രഹം കാരകത്വം തിരികെ തരും എന്നുള്ളതാണ്. കാരകത്വ നഷ്ടം ഇല്ലാതെയാക്കും. കാരകത്വം നഷ്ടപ്പെടില്ല. അത് ബുധനാണെങ്കിലും ശരി, ചൊവ്വയാണെങ്കിലും ചൊവ്വയ്ക്ക് ശനിബന്ധം രാഹുബന്ധം ഒക്കെ വന്നു. ചൊവ്വ മൊത്തത്തിൽ കെട്ടു തളർന്നു പോയി എന്ന് വയ്ക്കുക. ഈ ചൊവ്വയ്ക്ക് പരിവർത്തനം ഉണ്ടെന്ന് വയ്ക്കുക. ഗുരുവുമായിട്ട് പരിവർത്തനം ചെയ്തു, ശനിയുമായിട്ട് പരിവർത്തനം ചെയ്തു ചൊവ്വ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൊവ്വ ധൈര്യം തരും. ധൈര്യം പോവല്ല ചെയ്യുക. പരിവർത്തനം ഇല്ലാത്ത ചൊവ്വ ധൈര്യം ഉണ്ടാവില്ല. ചൊവ്വ മാത്രമല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞു, ഭാവം, ഭാവാധിപൻ, കാരകൻ. നമ്മൾ കാരകനെയാണ് പ്രധാനം എടുക്കുക. അപ്പോൾ കാരകൻ പോകുമ്പോഴേ നമുക്ക് ധൈര്യത്തിൻ്റെ പൂർണ്ണത കുറയും. ഇപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 അവയവമാണെന്ന് നോക്കിയാൽ ഒരവയവത്തിൻ്റെ കുറവ് കാണിക്കും ചൊവ്വ പോകുമ്പോൾ. ഭാവവും ഭാവാധിപനും കെട്ടാൽ പൂർണ്ണമായിട്ടും ആ അവസ്ഥ ധൈര്യത്തിനെ മൊത്തം കെട്ടും. 3-ാം ഭാവവും 3-ാം ഭാവാധിപനും കെട്ടും, ചൊവ്വയും കെട്ടാൽ ഇയാൾ മഹാപേടി. അയാൾക്ക് ജീവിക്കാനേ ധൈര്യമില്ല. രാത്രിയല്ല പകലും ജീവിക്കാൻ പേടിയായിട്ടുള്ള ഒരാളായിരിക്കും. അതീവ ഭയവാൻ. അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഒരു ഗ്രഹം നാശമാവുമ്പോൾ അതിനെ തിരികെ പരിവർത്തനത്തിലൂടെ അതിൻ്റെ കാരകത്വ ശക്തി, ആധിപത്യം അവിടെ തരില്ല. കാരകത്വ ശക്തിയാണ് പൂർണ്ണമായിട്ട് തരും. അപ്പോൾ ഇതൊരു വലിയ പോയിൻ്റാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് തന്നെയാണ്. എന്തായാലും നമുക്കതിനെ കൂടുതൽ ഇനിയുള്ള സംശയങ്ങൾ ഇതിൻ്റെ താഴെ എഴുതുക. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ അത് ചെയ്യാം. സംശയങ്ങളെ അത് ശരിയാക്കി എടുക്കുന്ന വീഡിയോസ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ പൂർണ്ണമായി ദർശിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം.